ഹായ് ഫ്രണ്ട്സ്, നമ്മളിന്ന് ചെയ്യാൻ പോകുന്നത് 12 വോൾട്ടിൻ്റെ 8H ലിഥിയം ബാറ്ററി എങ്ങനെ 160 രൂപ ചിലവിന് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാൻ നോക്കിയാലോ. നമ്മൾ ഈ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നത് പഴയ ലാപ്ടോപ്പിൻ്റെ ബാറ്ററി ഉപയോഗിച്ചാണ്. ഇത് ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്യുന്ന കടയിൽ ചെന്നാൽ ഈ വീഡിയോയിൽ കാണുന്ന പോലത്തെ ഒരെണ്ണം 25 രൂപയ്ക്ക് കിട്ടും. അതുപോലത്തെ 3 എണ്ണമാണ് വാങ്ങിയത്. വീഡിയോയിൽ കാണുന്ന പോലെ ഈ ബാറ്ററി പാക്കിൻ്റെ മുകളിലുള്ള സ്റ്റിക്കർ ചെറിയ സ്ക്രൂ ഡ്രൈവർ എന്തെങ്കിലും ഉപയോഗിച്ച് പയ്യെ പൊക്കിയെടുത്തിട്ട് ഇങ്ങനെ അഴിച്ചെടുത്താൽ മതി. ഇപ്പോൾ പുതിയതായിട്ട് വരുന്ന ലാപ്ടോപ്പിലെല്ലാം ഇതുപോലത്തെ ഫ്ലാറ്റ് ടൈപ്പ് ബാറ്ററിയാണ് വരുന്നത്. ലാപ്ടോപ്പൊക്കെ സർവീസ് ചെയ്യുന്നിടത്ത് എന്നാൽ ഇതുപോലത്തെ പഴയ ബാറ്ററി പാക്കിന് ഒരെണ്ണത്തിന് 25 രൂപയാണ് പറയുന്നത്. റൗണ്ട് ടൈപ്പ് ബാറ്ററി വരുന്നതാണെങ്കിൽ 30 രൂപയും. റൗണ്ട് ടൈപ്പ് ബാറ്ററിയാണ് ഈ ഫ്ലാറ്റ് ടൈപ്പ് ബാറ്ററിയേക്കാളും കുറച്ചും കൂടെ നല്ലത്. ഈ ഫ്ലാറ്റ് ടൈപ്പ് ബാറ്ററി കുറച്ച് കളയുമ്പോഴത്തേന് പയ്യെ വീർത്ത് വരാൻ സാധ്യതയുണ്ട്. ബാറ്ററി പാക്കിൻ്റെ കവറെല്ലാം അഴിച്ച് മാറ്റിയ ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ 3 ബാറ്ററിയാണ് ഇതിൻ്റെ ഉള്ളിൽ വരുന്നത്. അടുത്തതായിട്ട് നമുക്ക് ഇതിൻ്റെ BMS ബോർഡിൽ നിന്നുള്ള കണക്ഷൻ പിടിപ്പിക്കണം ഓരോ ബാറ്ററിയുടെയും. അപ്പോൾ കണക്ഷൻ പിടിപ്പിക്കുമ്പോൾ അതിൻ്റെ ടെർമിനലിൻ്റെ ഉള്ളിൽ നിന്ന് വിട്ടുപോകാതെ സൂക്ഷിച്ച് വേണം കട്ട് ചെയ്തെടുക്കാൻ. ഞാൻ ഇതുപോലത്തെ 3 ബാറ്ററി പാക്ക് അഴിച്ച് ടോട്ടൽ 9 ബാറ്ററി കിട്ടിയായിരുന്നു. ചെക്ക് ചെയ്ത് നോക്കിയപ്പോൾ അതിൽ 3 എണ്ണം കംപ്ലൈൻ്റ് ആയിരുന്നു, 6 എണ്ണം നല്ലതായിരുന്നു. ഈ 6 എണ്ണം വെച്ചാണ് നമ്മൾ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നത്. നമ്മൾ ബാറ്ററി പാക്ക് ഉണ്ടാക്കുന്നതിന് മുമ്പ് ഓരോ ബാറ്ററിയും കറക്റ്റായിട്ട് മൾട്ടിമീറ്റർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയ ശേഷം മാത്രമേ ഉണ്ടാക്കാവുള്ളൂ. നമ്മളെടുത്ത ഓരോ ബാറ്ററിയും ഏകദേശം 4 വോൾട്ടിൻ്റെ അടുത്ത് വരുന്നതും 4100 mAh ബാറ്ററികളാണ്. എടുത്തു വെച്ച 6 ബാറ്ററികളും 3 സെറ്റായിട്ട് തിരിക്കണം. 2 ബാറ്ററി വീതം 3 സെറ്റായിട്ടാണ് തിരിക്കേണ്ടത്. 2 എണ്ണം വീതം എടുക്കുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ ഒരേ രീതിയിൽ തന്നെ വെച്ച് വേണം എടുക്കാൻ. എടുത്തു വെച്ച 3 ബാറ്ററി സെറ്റും 2 എണ്ണം വീതം നന്നായിട്ട് ഒട്ടിച്ചെടുക്കണം. ഡബിൾ സൈഡ് ടേപ്പ് അല്ലെങ്കിൽ മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിക്കണം. ഡബിൾ സൈഡ് ടേപ്പ് വെച്ച് ഒട്ടിക്കുമ്പോൾ കുറച്ചും കൂടെ കട്ടി കൂടുന്നുണ്ട് മാസ്കിൻ ടേപ്പ് വെച്ച് ഒട്ടിക്കുന്നതാണ് നല്ലത്. ഇതിൻ്റെ ബാറ്ററി പാക്ക് നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നത് ഏറ്റവും വലിപ്പം കുറച്ച രീതിയിലാണ് ചെയ്തെടുക്കുന്നത്. അടുത്തതായിട്ട് വീഡിയോയിൽ കാണുന്ന പോലെ 3 സെറ്റ് ബാറ്ററികളും അടുക്കി വെക്കണം. അതിൽ നടുക്ക് വരുന്ന ബാറ്ററിയുടെ ടെർമിനൽ നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് വെക്കണം. അതിനുശേഷം 3 സെറ്റ് ബാറ്ററിയുടെ വീഡിയോയിൽ കാണുന്ന പോലെ ഒട്ടിച്ചെടുക്കണം. ഞാൻ ഒട്ടിക്കുന്നത് മാസ്കിൻ ടേപ്പ് വെച്ച് തന്നെ നല്ല ടൈറ്റായിട്ടാണ് ഒട്ടിക്കുന്നത്. നമ്മുടെ ബാറ്ററി പാക്കിൽ വയ്ക്കാൻ വേണ്ടി അടുത്തതായിട്ട് വേണ്ടത് 12.6 വോൾട്ടിൻ്റെ 20 ആംപിയറിൻ്റെ BMS ബോർഡാണ്. ഇത് മേക്കർ ബസാറിൽ നിന്നും 69 രൂപയ്ക്കാണ് വാങ്ങിയത്. ഷോപ്പിൽ ചോദിച്ചപ്പോൾ 180 രൂപയ്ക്കായിരുന്നു വില പറഞ്ഞത്. ഇതാണ് നമ്മൾ ഉണ്ടാക്കുന്ന ബാറ്ററി പാക്കിൻ്റെ സർക്യൂട്ട് ഡയഗ്രാം. ഇത് നോക്കി നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കിയെടുക്കാം. 3 സെറ്റായിട്ട് വെച്ചിരിക്കുന്ന ബാറ്ററികൾ നമുക്ക് B1, B2, B3 എന്ന് 3ആയിട്ട് തിരിച്ചെടുക്കാം. ആദ്യം നമ്മൾ ചെയ്യേണ്ടത് B1ൻ്റെ മൈനസിൽ നിന്നും അത്യാവശ്യം ഗേജ് ഉള്ള ഒരു വയർ എടുത്ത ശേഷം BMS ബോർഡിൻ്റെ 0 വോൾട്ടിലേക്ക് അല്ലെങ്കിൽ B0യിലേക്ക് ഒരു വയർ സോൾട്ട് ചെയ്തെടുക്കണം. ചില BMS ബോർഡിൽ B0 എന്നായിരിക്കും കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് വയർ കണക്ട് ചെയ്യുമ്പോൾ ഒരുപാട് നീളത്തിലൊന്നും ഇടേണ്ട ആവശ്യമില്ല. ഇതൊരു PVCയുടെ ബോക്സിലാണ് എല്ലാം കൂടെ സെറ്റ് ചെയ്യണം. അപ്പോൾ ഒതുങ്ങിയിരിക്കാൻ പാകത്തിന് നന്നായിട്ട് ചെയ്തെടുക്കണം. B1ൻ്റെ മൈനസിൽ നിന്ന് സോൾഡർ ചെയ്തെടുത്ത വയർ നേരെ BMS ബോർഡിൻ്റെ 0 വോൾട്ടിലേക്ക് സോൾഡർ ചെയ്തെടുക്കണം. സോൾഡർ ചെയ്യുമ്പോൾ വേറെ എവിടെയും ടച്ച് ആകാത്ത രീതിയിൽ നന്നായിട്ട് സോൾഡർ ചെയ്തെടുക്കണം. അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് B1ൻ്റെ പോസിറ്റീവ് ടെർമിനലിൽ നിന്നും B2ൻ്റെ മൈനസിലേക്ക് ഒരു വയർ സോൾഡർ ചെയ്ത് കണക്ട് ചെയ്യണം 2 ബാറ്ററികൾ തമ്മിൽ. അതിനുശേഷം കണക്ട് ചെയ്ത വയറിൽ നിന്നും ഒരു വയർ സോൾഡർ ചെയ്ത് BMS ബോർഡിൻ്റെ 4.2 വോൾട്ടിലേക്ക് ആ വയർ സോൾഡർ ചെയ്യണം. ബാറ്ററികൾ തമ്മിൽ കണക്ട് ചെയ്യാൻ ഉപയോഗിക്കുന്ന വയറുകളും അത്യാവശ്യം ഗേജുള്ള വയർ ഉപയോഗിക്കണം. ഇപ്പോൾ വീഡിയോയിൽ കാണുന്നത് B1ൻ്റെ പോസിറ്റീവിൽ നിന്നും B2ൻ്റെ നെഗറ്റീവിലേക്ക് സോൾഡർ ചെയ്തിരിക്കുന്ന വയറിൽ നിന്നും വേറൊരു വയർ സോൾഡർ ചെയ്ത് BMS ബോർഡിൻ്റെ 4.2 വോൾട്ടിൻ്റെ അതിലേക്ക് സോൾഡർ ചെയ്യുന്നതാണ്. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മൾ ചെയ്യേണ്ടത് B2ൻ്റെ പോസിറ്റീവിൽ നിന്നും B3യുടെ നെഗറ്റീവിലേക്ക് ഒരു വയർ സോൾഡർ ചെയ്തെടുക്കണം. ഈ വയറും അത്യാവശ്യം ഗേജുള്ള വയർ സോൾഡർ ചെയ്തെടുക്കണം. അതിനുശേഷം B2ൻ്റെ പോസിറ്റീവിൽ നിന്നും B3യുടെ നെഗറ്റീവിലേക്ക് കണക്ട് ചെയ്തിരിക്കുന്ന വയറിൽ നിന്നും വേറൊരു വയർ സോൾഡർ ചെയ്ത് അത് BMS ബോർഡിൻ്റെ 8.4 വോൾട്ടിലേക്ക് സോൾഡർ ചെയ്തെടുക്കണം. പിന്നെ നമുക്ക് ചെയ്യാനുള്ളത് B3യുടെ പോസിറ്റീവിൽ നിന്നും അത്യാവശ്യം ഗേജുള്ള ഒരു വയർ സോൾഡർ ചെയ്തെടുക്കണം. ആ വയർ നേരെ BMS ബോർഡിൻ്റെ 12.6 വോൾട്ടിലേക്ക് സോൾഡർ ചെയ്യണം. അടുത്തതായിട്ട് നമ്മുടെ ബാറ്ററി പാക്കിന് ഒരു ബോക്സ് ഉണ്ടാക്കിയെടുക്കാം. ഇത് പഴയ PVC പൈപ്പ് കട്ട് ചെയ്ത് ചൂടാക്കി പരത്തിയെടുത്ത് അതുകൊണ്ടാണ് നമ്മൾ ബോക്സ് ഉണ്ടാക്കിയെടുക്കുന്നത്. പഴയ PVC പൈപ്പ് എടുത്ത ശേഷം വീഡിയോയിൽ കാണുന്ന പോലെ കട്ട് ചെയ്തെടുത്ത് ചൂടാക്കി എടുക്കണം. ഇതുപോലെ PVC പൈപ്പ് ചൂടാക്കാൻ വേണ്ടി ഗ്യാസ് സ്റ്റവിൽ വെച്ച് ചൂടാക്കിയാലും മതി. ഇതുപോലെ പൈപ്പ് നന്നായിട്ട് ചൂടാക്കിയ ശേഷം ടൈലിൻ്റെയോ ഗ്രാനൈറ്റിൻ്റെയോ പീസ് മുകളിലെടുത്ത് വെച്ചാൽ അത് നന്നായിട്ട് പരന്നു വരും. അടുത്തതായിട്ട് നമ്മൾ ഉണ്ടാക്കിയെടുത്ത ബാറ്ററി പാക്കിൻ്റെ മെഷർമെൻ്റ് എല്ലാം കറക്റ്റായിട്ട് എടുക്കണം. നമ്മൾ പരത്തിയെടുത്ത PVCയുടെ ഷീറ്റിൽ നിന്നും 10 സെൻറ്റിമീറ്റർ നീളവും 7 സെൻറ്റിമീറ്റർ വീതിയുള്ള 2 പീസും 10 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ വീതിയുള്ള 2 പീസും 7 സെൻറ്റിമീറ്റർ നീളവും 5 സെൻറ്റിമീറ്റർ നീളമുള്ള 2 പീസും കട്ട് ചെയ്തെടുക്കണം.
എല്ലാ പീസുകളും കറക്റ്റ് മെഷർമെൻറ്റിന് കട്ട് ചെയ്തെടുത്ത ശേഷം ഒട്ടിക്കണതിന് മുമ്പായിട്ട് അതിൻ്റെ ഒട്ടിക്കണ സ്ഥലത്ത് വരുന്ന അവിടം പയ്യെ ഗ്രൈൻഡ് ചെയ്തെടുക്കണം, പെട്ടെന്ന് ഒട്ടാൻ വേണ്ടി. ഇതുപോലെ ചെയ്തെടുത്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്ലസ് കേക്കൊക്കെ ഉപയോഗിച്ച് ഒട്ടിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഒട്ടിയിരുന്നോളും. ഈ ബാറ്ററി പാക്ക് നമ്മൾ വേറൊരു പ്രൊജക്റ്റിന് വേണ്ടിയാണ് ചെയ്തെടുക്കുന്നത്. അപ്പോൾ അതിൽ ഫിറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ക്യാമറയുടെ ഒരു ട്രൈപോഡ് മൗണ്ടും ഇതിൽ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അത് ഫിറ്റ് ചെയ്യാൻ വേണ്ടി ബാറ്ററി ബോക്സിൻ്റെ ബാക്കിൽ വരുന്ന ഷീറ്റിൽ നമുക്കൊരു ഹോളിട്ട് അത് നമുക്ക് ഫിറ്റ് ചെയ്തെടുക്കാം. അതിനുശേഷം വീഡിയോയിൽ കാണുന്ന പോലെ PVCയുടെ നമ്മൾ കട്ട് ചെയ്ത് വെച്ച എല്ലാ ഷീറ്റുകളും കറക്റ്റായിട്ട് തന്നെ വെച്ച് ബോക്സ് പോലെ ഒട്ടിച്ചെടുക്കണം. നമ്മൾ ഈ ഷീറ്റുകളെല്ലാം ഒട്ടിക്കുമ്പോൾ നല്ല സ്ട്രോങ് ആയിട്ട് ഇരിക്കാൻ വേണ്ടി ഫ്ലസ് കേക്കിൻ്റെ കൂടെ തന്നെ നല്ല വെള്ളാരെങ്കിൽ നൈസായിട്ട് പൊടിച്ചെടുത്തതിൻ്റെ പൊടിയും ആ കൂടെ തന്നെ ഇടുന്നുണ്ട്. ബോക്സ് പോലെ എല്ലാം ഒട്ടിച്ചെടുത്ത ശേഷം ബാക്ക് സൈഡിലിട്ട ഹോളിലേക്ക് ക്യാമറ മൗണ്ടും കൂടെ ഫിറ്റ് ചെയ്തെടുക്കാം. ഫ്രണ്ട്സ്, അടുത്തതായിട്ട് നമ്മുടെ ബാറ്ററി ബാക്കിൽ വെക്കാൻ വേണ്ടി ഒരു DC ഫീമെയിൽ സോക്കറ്റും DC മെയിൽ സോക്കറ്റും വേണം. നമ്മളെടുത്ത DC ഫീമെയിൽ സോക്കറ്റ് എടുത്ത ശേഷം അതിൽ 2 വയറുകൾ സോൾഡർ ചെയ്തെടുക്കണം. ഇത് സോൾഡർ ചെയ്യുമ്പോഴും അത്യാവശ്യം ഗേജുള്ള വയർ നോക്കി സോൾഡർ ചെയ്തെടുക്കണം. ഈ സോക്കറ്റിൻ്റെ 2 ലെഗുകളും അടുത്തായതുകൊണ്ട് വയറുകൾ സോൾഡർ ചെയ്ത ശേഷം ഒട്ടും ഷോർട്ട് ആകാത്ത രീതിയിൽ നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്ത ശേഷം മാത്രമേ ഇതിൽ വെക്കാവുള്ളൂ. നമ്മളുണ്ടാക്കിയ ബോക്സിൻ്റെ ഫ്രണ്ട് സൈഡിലായിട്ട് DC ഫീമെയിൽ സോക്കറ്റ് ഫിറ്റ് ചെയ്യാൻ പാകത്തിനൊരു ഹോൾ ഇട്ട് കൊടുക്കണം. ഈ ഹോളിലേക്ക് നമ്മൾ വയർ സോൾഡർ ചെയ്തെടുത്ത DC ഫീമെയിൽ സോക്കറ്റ് വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്തെടുക്കണം. DC ഫീമെയിൽ സോക്കറ്റിൻ്റെ ബാക്ക് സൈഡിൽ നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഒന്നും കൂടെ സേഫ്റ്റിക്ക് വേണ്ടി നമുക്ക് ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിച്ചെടുക്കാം. DC മെയിൽ സോക്കറ്റിലും വീഡിയോയിൽ കാണുന്ന പോലെ 2 വയറുകൾ നന്നായിട്ട് സോൾഡർ ചെയ്ത് ഉള്ളിൽ ഇൻസുലേഷനും ചെയ്ത് നന്നായിട്ട് ചെയ്തെടുക്കണം. ഈ മെയിൽ സോക്കറ്റിൽ കണക്ട് ചെയ്തിരിക്കുന്ന വയർ ഉള്ളിലേക്ക് ഇടാൻ വേണ്ടി DC ഫീമെയിൽ സോക്കറ്റിൻ്റെ അടുത്തായിട്ടൊരു ഹോളിട്ട വയർ പയ്യെ ഉള്ളിലേക്ക് ഇടണം. അടുത്തതായിട്ട് നമ്മുടെ ബാറ്ററി പാക്ക് ബോക്സിൻ്റെ ഉള്ളിലേക്ക് പയ്യെ ഇറക്കി വെക്കാം. ഇറക്കി വെക്കുമ്പോൾ എവിടെയും ഷോർട്ട് ആകാത്ത രീതിയിൽ വേണം ചെയ്യാൻ. ബാറ്ററി പാക്ക് ബോക്സിൻ്റെ ഉള്ളിലേക്ക് ഇറക്കി വെച്ച ശേഷം BMS ബോർഡിൻ്റെ 12.6 വോൾട്ടിൻ്റെ ഔട്ടിലേക്ക് DC ഫീമെയിൽ സോക്കറ്റിൽ നിന്നും DC മെയിൽ സോക്കറ്റിലും നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന 2 വയറുകളും കറക്റ്റായിട്ട് തന്നെ BMS ബോർഡിൻ്റെ 12.6 വോൾട്ടിൻ്റെ ഔട്ടിലേക്ക് സോൾഡർ ചെയ്യണം. ഇത് രണ്ടിൽ നിന്ന് വന്ന വയറുകൾ BMS ബോർഡിലേക്ക് സോൾഡർ ചെയ്യുമ്പോൾ പോസിറ്റീവ് നെഗറ്റീവ് മാറിപ്പോകാതെ കറക്റ്റായിട്ട് തന്നെ സോൾഡർ ചെയ്ത് വെക്കണം. എല്ലാം സോൾഡർ ചെയ്ത് ഫിറ്റ് ചെയ്ത ശേഷം നമുക്ക് ബോക്സിൻ്റെ മുകളിലത്തെ കവറും ഒട്ടിച്ചെടുക്കാം. ബോക്സിൻ്റെ ഉള്ളിലേക്ക് ബാറ്ററി വെക്കുന്നതിന് മുമ്പായിട്ട് തന്നെ ബാറ്ററിയുടെ എല്ലാ ലെഗുകളും നന്നായിട്ട് ഇൻസുലേഷൻ ചെയ്ത ശേഷം ഗ്ലൂ ഗൺ വെച്ച് ഒട്ടിക്കുകയും ചെയ്തു, ഒട്ടും ഷോർട്ട് ആകാത്ത രീതിയിൽ. നമ്മൾ റെഡിയാക്കിയ ബാറ്ററി പാക്കിൻ്റെ ബോക്സിൻ്റെ എഡ്ജുകളൊക്കെ ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുക്കാം. ബോക്സിൻ്റെ എഡ്ജുകളൊക്കെ ഗ്രൈൻഡ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ഡ്രിമ്മൽ ടൂളിൻ്റെ വീഡിയോ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്ക് പേജിലും അതുപോലെ യൂട്യൂബ് ചാനലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അടുത്തതായിട്ട് നമ്മുടെ ബാറ്ററി പാക്കിൻ്റെ ബോക്സ് പെയിൻ്റ് അടിച്ചെടുക്കാം. മാറ്റ് ബ്ലാക്കാണ് അടിക്കുന്നത്. പെയിൻ്റ് എല്ലാം നന്നായിട്ട് ഉണങ്ങിയ ശേഷം ഇതാണ് നമ്മുടെ ബാറ്ററി പാക്കിൻ്റെ ഫൈനൽ ലുക്ക്. 12 വോൾട്ട് 7Ah ബാറ്ററിയും നമ്മളുണ്ടാക്കിയ 12 വോൾട്ട് 8Ah ബാറ്ററിയും തമ്മിലുള്ള വലുപ്പ വ്യത്യാസമാണ് ഈ വീഡിയോയിൽ കാണുന്നത്. നമ്മളുണ്ടാക്കിയെടുത്ത ബാറ്ററി പാക്കിൻ്റെ വെയിറ്റ് വരുന്നത് വളരെ കുറവാണ്, 465 ഗ്രാം മാത്രമാണ്. ബാറ്ററി പാക്ക് ഒന്ന് ചാർജ് ചെയ്ത ശേഷം നമുക്കൊന്ന് ടെസ്റ്റ് ചെയ്ത് നോക്കാം. ആദ്യം ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് 12 വോൾട്ടിൻ്റെ ഒരു DC ഫാൻ കണക്ട് ചെയ്താണ്. ഇത് കണക്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ തന്നെ അടിപൊളി കാറ്റായിരുന്നു, നല്ല കിട്ടിലും പവറിന്. അടുത്തതായിട്ട് നമ്മുടെ ബാറ്ററി പാക്ക് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാരുതി ഒമിനിയുടെ വൈപ്പറിൻ്റെ മോട്ടോർ വർക്ക് ചെയ്യിപ്പിച്ചാണ്. ബാറ്ററിയുടെ പവർ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി വൈപ്പറിൻ്റെ മോട്ടോർ വെച്ച് അത്യാവശ്യം ലോഡ് നമ്മൾ പൊക്കി വെക്കുന്നുണ്ട്. മൂന്നാമതായി നമ്മൾ ചെക്ക് ചെയ്യുന്നത് വാഹനങ്ങളുടെയൊക്കെ ഫോഗ് ലാമ്പിൽ ഫിറ്റ് ചെയ്യുന്ന LED ലൈറ്റ്സ് ആണ്. ഈ ലൈറ്റ് നമ്മൾ വർക്ക് ചെയ്യിപ്പിച്ച് നോക്കിയപ്പോൾ അടിപൊളി വെട്ടം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മളുണ്ടാക്കിയ ബാറ്ററി പാക്കിൻ്റെ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അടുത്ത കിടിലം വീഡിയോ ആയിട്ട് ഉടൻ തന്നെ വരുന്നതാണ്.